നവംബർ സ്റ്റോറിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പഴയ കാലം, അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ യേശു നിൽക്കുകയാണ്. അവനവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി വന്നതാണ്. അവന് ഒരു സർജൻ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അവന് മോർച്ചറിയിലാണ് ഡ്യൂട്ടി കിട്ടിയത്. അവന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഉണ്ടായിരുന്നത്. അവൻ ആകെ നിരാശനാകുന്നു. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്ന അവൻ എന്തുകൊണ്ടാണ് ഒരു സർജൻ ആവാതിരുന്നത്? അത് നമുക്ക് വഴിയെ കാണാം. കാലം കടന്നു പോകുന്നു. അവനിപ്പോൾ കുറച്ചുകൂടി പ്രായമായിട്ടുണ്ട്. അവൻ മിക്കപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ വന്ന് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കും. അവന് അവന്റെ സിസ്റ്റർ അമ്മയെ പോലെ ഒരു സർജൻ ആവാൻ പറ്റിയില്ല. അതെന്തായിരിക്കും കാരണം? ഒരു ദിവസം യേശു ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നത് കാണുന്നു. അവരുടെ ചുറ്റുമിരുന്ന് കുറച്ച് സ്ത്രീകൾ കരയുന്നുണ്ട്. അത് നമ്മുടെ സാവിത്രിയാണ്. യേശുവിനോട് അവിടെയുള്ള പോലീസുകാരൻ പറയുന്നു, ആ സ്ത്രീയുടെ ഭർത്താവ് കള്ളു കുടിച്ച് മേളിൽ നിന്ന് വീണ് മരിച്ചു. പാവം ആ സ്ത്രീ, അവർക്ക് ആരുമില്ലെന്ന് ആ പോലീസുകാരൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ അവരോട് സഹതാപം തോന്നിയ യേശു താൻ അയാളുടെ റിപ്പോർട്ട് തിരുത്തി എഴുതാമെന്ന് പറയുന്നു. ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനായിരിക്കും അത്. ആ റിപ്പോർട്ടിൽ യേശു ഒപ്പുവെച്ചതായിരുന്നല്ലോ അനു കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. റിപ്പോർട്ട് തിരുത്തി എഴുതുന്ന കാര്യം പോലീസ് ചെന്ന് സാവിത്രിയോട് പറയുന്നു. അവർ യേശുവിനെ നോക്കുന്നു. അടുത്ത സീൻ, യേശുവിന്റെ അടുത്തേക്ക് പുതുതായി ജോയിൻ ചെയ്ത ഒരു ഡോക്ടർ വരുന്നു. അവിടെ എല്ലാ ഡോക്ടേഴ്സും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. സാർ പോയില്ലേ എന്ന് യേശുവിനോട് ചോദിക്കുന്നു. യേശു ഇല്ല, ഞാൻ പോയില്ല എന്ന് പറയുന്നു. താൻ പുതിയതായതുകൊണ്ട് തന്റെ ഇവിടെ ഡ്യൂട്ടി കിട്ടിട്ട് അവരെല്ലാവരും പോയിരിക്കുകയാണെന്ന് ആ ഡോക്ടർ പറയുന്നു. ആ ഡോക്ടർ ഒരു മലയാളിയാണ്. ആ ഡോക്ടർ ഭക്ഷണം കഴിക്കാനായി യേശുവിനെ വിളിക്കുന്നു. പക്ഷേ താൻ പിന്നെ കഴിച്ചോളാമെന്നും ആ ഡോക്ടറോട് കഴിച്ചോളാനും യേശു പറയുന്നു. ആ ഡോക്ടർ അവിടുന്ന് പോകുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു കോള് വരുന്നു. യേശു ആ കോൾ പോയി എടുക്കുന്നു. ആ കോളിൽ തിരുനെൽവേലി ബൈപ്പാസിൽ ഒരു ബസ് ആക്സിഡന്റ് നടന്നെന്നും 40-50 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നും നമ്മുടെ ആ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നതെന്നുമാണ് ആ കോളിലുണ്ടായിരുന്നയാൾ പറഞ്ഞത്. ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം റെഡിയാവുന്നു. അത്രയും ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത സീനിൽ പുതിയ കാലം കാണിക്കുന്നു. ആ പയ്യന്മാർ സന്ദീപിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. സന്ദീപിനെയും മതിയെയും കാണുന്നില്ലല്ലോ. അവർ അവിടെയെല്ലാം അവനെ തിരക്കുന്നു. ഈ മുമ്പിലിരിക്കുന്ന പയ്യനാണ് അനുവിന്റെ ഓഫീസിലെ സിസ്റ്റം ഹാക്ക് ചെയ്തത്. അനുവിന്റെ അടുത്ത് യേശുവിന്റെ ഫോട്ടോ കാണിച്ച് ചിത്ര ചോദിക്കുന്നു, ഇത് ആരാണ് അനു? എന്താ അച്ഛനും മരുന്ന് കൊടുക്കാതെ ഇങ്ങനെ എത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയാൻ അവൾ പറയുന്നു. തനിക്കുമൊന്നും അറിയില്ല. അവിടെ അച്ഛൻ ഒരു കസേരയിൽ നോക്കി സംസാരിക്കുന്നില്ലേ? അത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളോടാണ് അച്ഛൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആരാണെന്ന് ചിത്ര ചോദിക്കുന്നു. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഡോക്ടറാണെന്ന് അവൾ പറയുന്നു. അച്ഛനും ഇയാൾക്കും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്കറിയില്ല. അതുപോലെ ആ ഹാക്കിങ്ങിനും നമ്മുടെ വീട്ടിൽ നടന്ന മർഡറിനും എന്താണ് ബന്ധം? ഇതും തനിക്കറിയില്ല. ഇതിനെല്ലാം അച്ഛന്റെ കയ്യിലാണ് ഉത്തരമുള്ളത്. അച്ഛൻ തന്നെയാണ് ഇതിനുള്ള ഉത്തരം തരേണ്ടതെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ചിത്രയ്ക്ക് ദേഷ്യം വരുന്നു. താൻ ഇത് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് പറഞ്ഞ് അച്ഛന്റെ അടുത്ത് നിന്ന് അവൾ ഒച്ചയിടുന്നു. എന്താ അച്ഛൻ കാണിക്കുന്നതെന്നും അനുവിനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നും അവൾ ചോദിക്കുന്നു. ഏതൊരു സ്ട്രേഞ്ചർ ഓർമ്മയുണ്ട്, എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ തലയിൽ ഓർത്തു വെച്ചൂടെ എന്ന് അച്ഛനോട് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. പോലീസ് ഇൻസ്പെക്ടറും കൂട്ടരും മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവർ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഇൻസ്പെക്ടർ അവരോട് തനിക്ക് തോന്നുന്നത് ആ പയ്യന്മാർ ഒളിച്ച് നാടുകടന്ന് ഇവിടെ വന്നതല്ല. അവർ പണ്ട് യേശു വർക്ക് ചെയ്തിരുന്നിടത്താണ് പഠിക്കുന്നത്. ഇവർ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് പറയപ്പെടുന്ന ആ നീതയുടെ ബോഡി യേശുവാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. യേശുവിന്റെ ആ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് അവർക്കെതിരെ FIR ഇട്ടിട്ടുള്ളത്. അതിനുശേഷം യേശു റിട്ടയർ ആയി ചെന്നൈയിലോട്ട് വന്നു. ആ പിള്ളേരും രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തോ വലിയ പ്രശ്നം ഇതിൽ മണക്കുന്നുണ്ട്. മലർ അനുവിനെ വിളിക്കുന്നു. മലറിനോട് അനു കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ സാവിത്രിയെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ യേശു സഹായിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് മർഡർ നടന്ന വീട്ടിൽ യേശു വന്നപ്പോൾ സാവിത്രിയെ അറിയാത്തതുപോലെ ആക്ട് ചെയ്തു എന്ന് മലർ ചോദിക്കുന്നു. നമുക്കിതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അന്ന് ഏത് ഫയലാണ് ഹാക്കായതെന്ന് അറിയണമെന്ന് അനു മലറിനോട് പറയുന്നു. അതുപോലെ സാവിത്രി തിരുനെൽവേലിക്കാരിയാണ്. അതേസമയം തന്നെ യേശു അവിടെ വർക്ക് ചെയ്തതായിട്ടും നമുക്കിപ്പോ അറിയാം. അവൾ മലറിനോട് തനിക്കൊരു ഐഡിയ തോന്നുന്നുവെന്നും യേശു വർക്ക് ചെയ്തിരുന്ന തിരുനെൽവേലി ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ആ FIR രജിസ്റ്റർ ആയിട്ടുണ്ടാവുക. നമുക്ക് ആ പോലീസ് സ്റ്റേഷൻസ് എല്ലാം തപ്പാമെന്ന് അവൾ പറയുന്നു. ഈ സമയം ഇൻസ്പെക്ടറോട് അവിടെയുള്ള പോലീസുകാരൻ പറയുന്നു, ആ പയ്യന്മാർക്കും യേശുവിനും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം? 24 കൊല്ലം മുമ്പ് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ സാവിത്രി എങ്ങനെയാണ് ഈ സീനിൽ വന്നത്? ഇത്രയും ഉപകാരം അവർക്ക് ചെയ്തു കൊടുത്ത ഡോക്ടർ എന്തുകൊണ്ട് സാവിത്രിയെ അറിയാമെന്ന കാര്യം നമ്മളോട് പറഞ്ഞില്ല? കൂടാതെ ആ സാവിത്രി ഗണേശന്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ചിത്ര അച്ഛനോട് വല്ലാതെ കയർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് അവൾ തട്ടിപ്പറിക്കാൻ നോക്കി. അത് തന്റെ കഥയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് പൊതിഞ്ഞു പിടിക്കുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും അത് അദ്ദേഹം കൊടുക്കുന്നില്ല. പരാന്തമൻ ഡോക്ടറെ കാണാനാണ് ഇൻസ്പെക്ടറും കൂട്ടരും മോർച്ചറിയുടെ പുറത്ത് കാത്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്ന് ആ പയ്യന്മാരെ കണ്ടുപിടിച്ചോ എന്ന് ഇൻസ്പെക്ടറോട് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ ഡോക്ടറോട് യേശുവിനെ കുറിച്ച് പറയാൻ പറയുന്നു. ഈ സമയം മലർ അനുവിനോട് സാവിത്രിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ കോവൻകുളം ആണെന്ന് പറയുന്നു. അതിനു ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷൻസ് അവൻ ലൊക്കേറ്റ് ചെയ്യുന്നു.
അതൊരു 5-6 പോലീസ് സ്റ്റേഷനുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ആ FIR രജിസ്റ്റർ ആയ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കുക എന്ന് അവൻ ചോദിക്കുന്നു. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 4 കൂട്ടരാണ്. ഒന്ന് എന്റെ അച്ഛൻ, പിന്നെ യേശു, സാവിത്രി, പിന്നെ ആ 4 പയ്യന്മാർ. ഇതിൽ യേശു ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൊലയോ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയോ സംബന്ധിച്ച കേസായിരിക്കും അത്. അവിടെ പരാന്തമൻ ഡോക്ടർ യേശുവിനെ കുറിച്ച് പറയും. യേശു പരാന്തമൻ ഡോക്ടറുടെ സീനിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. യേശുവിന്റെ കരിയറിൽ ഇത്രയൊന്നും കിട്ടിയാൽ പോരായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. യേശു ഒരു സർജൻ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. എവിടെയോ എത്തേണ്ട ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഷ്ടകാലം ഈ പോസ്റ്റ്മോർട്ടങ്ങൾ മാത്രം ചെയ്ത് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. അതെന്താണെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ, താങ്കൾ അദ്ദേഹത്തിന്റെ കൈ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ യേശു ഒരു പ്രാക്ടിക്കൽ എക്സാമിന് കയറിയത് ഓർക്കുന്നില്ലേ? അന്ന് ആ എക്സാമിനർ യേശു ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അത് അത്ഭുതപ്പെട്ടത് യേശുവിന്റെ കൈ വിറയ്ക്കുന്നത് കണ്ടാണ്. അവൻ ആ കത്തി കയ്യിലെടുത്തതും അവന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അവന് ആ കൈവിറയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സർജൻ അവൻ കഴിയില്ലായിരുന്നു. അവന്റെ ഈ കൈവിറയിൽ അവന്റെ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അവന്റെ സിസ്റ്റർമ്മ ഇത് നോട്ടീസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇത്ര നല്ലപോലെ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നാലും അവനൊരു സർജൻ ആവാനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് റിജക്റ്റഡ് ആയി. അവന്റെ കൂടെ പഠിച്ചവരെല്ലാവരും സർജനായി അവാർഡ് വാങ്ങുമ്പോൾ അവന് മാത്രം അതാവാൻ കഴിയാതെ വിഷമത്തോടെ അത് നോക്കി നിന്നു. അവന്റെ ഏറ്റവും വലിയ വിഷമമായിരുന്നു അത്. ഒരു ദിവസം അവന്റെ സാർ അവൻ ആരും കാണാതെ സർജറി ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടുപിടിക്കുന്നു. അവനെ ആ സാർ നല്ലപോലെ വഴക്ക് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്നു. നിനക്കിപ്പോ സർജൻ ആവണമല്ലേ എന്ന് ആ സാർ ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ കൈ വരയ്ക്കാതെ കയ്യിലൊരു മുറിവുണ്ടാക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് അവന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ സർജൻ ആവണമെന്ന് മോഹം ഉപേക്ഷിക്കാൻ അവനോട് സാർ പറയുന്നു. നിനക്ക് എത്ര പറഞ്ഞാലും നിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ എന്ന് സാർ ചോദിക്കുന്നു. ഈ വരയ്ക്കുന്ന കൈ വെച്ച് നിനക്ക് ജീവനുള്ള ഒരാളെ സർജറി ചെയ്യാനാവില്ല. സർജൻ ആവാൻ വന്നിട്ട് നീ കൊലപാതകി ആവാനാണോ പോകുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിനക്ക് ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് എന്തായാലും ഈ വരയ്ക്കുന്ന കൈകൾ ഉപയോഗിച്ച് ജീവനുള്ള ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കാൻ പറയും. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവൻ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഡോക്ടറായത്. അതാവുമ്പോൾ ഡെഡ് ബോഡി അല്ലേ, അവന്റെ കൈകൾ വിറച്ചാലും കുഴപ്പമില്ലല്ലോ. ഒരു സർജൻ ആവാൻ ആഗ്രഹിച്ച അവൻ അവസാനം ഒരു ഓട്ടോപ്സി ചെയ്യുന്ന ഡോക്ടറാവുന്നു. അവിടെയല്ല, ഈ കേസിൽ ഉൾപ്പെട്ട ഓരോരുത്തരുടെ പേരായി അടിച്ചു കൊടുത്തു നോക്കും. ആദ്യം അനുവിന്റെ അച്ഛന്റെ പേർ, പക്ഷേ ആ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ സാവിത്രിയുടെ പേർ, ആ പേരിലും ഒരു FIR ഇല്ല. ഈ സമയമെല്ലാം തന്നെ ചിത്രയും അച്ഛനും ആ ബുക്കിന് വേണ്ടിയുള്ള പിടിവലി നടക്കുകയാണ്. അങ്ങോട്ട് വന്ന അനു അത് നിർത്താനായി പറയുന്നു. യേശുവിന്റെ പേര് അടിച്ചു കൊടുത്ത മലറിന് 50ഓളം കേസ് അതിൽ കാണുന്നു. അത് ആ ബസ് ആക്സിഡന്റ് കേസാണ്. അതിലൊരു 43 പേരെ പോസ്റ്റ്മോർട്ടം ചെയ്തത് യേശുവാണ്. ബാക്കിയുള്ളത് കൈയും കാലും പോയ ആരുടെയൊക്കെയോ എന്തൊക്കെയോ കേസുകളാണ്. ഇതിൽ നീ വിചാരിക്കുന്നത് പോലെ എന്ത് കേസാണ് ഉള്ളതെന്ന് മലർ ചോദിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിന്ന് അവൾ പെട്ടെന്ന് അവളുടെ അമ്മയുടെ ഫോട്ടോ അവിടെയുള്ളത് കാണുന്നു. ആ ഫോട്ടോയിൽ അവളുടെ അമ്മ ഗർഭിണിയാണ്. അതിലെ ഡേറ്റ് അവൾ ശ്രദ്ധിക്കുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 28/10/1995 എന്നാണ്. അവൾക്ക് എന്തോ ഒന്ന് തോന്നുന്നു. മലറിനോട് അവളുടെ അമ്മയുടെ പേര് അടിച്ചു കൊടുക്കാൻ അവൾ പറയുന്നു. നമ്മൾ 95-ലെ കേസിൽ അന്വേഷിക്കുന്നതെന്ന് മലർ ചോദിക്കുന്നു. നിന്റെ അമ്മ 93-ൽ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ അത് ഉണ്ടാവാനാണെന്ന് അവൻ ചോദിക്കുന്നു. നീ അത് അടിച്ചു കൊടുക്കാൻ അനു പറയുന്നു. അവൻ അവളുടെ അമ്മയുടെ പേര് അടിച്ചു കൊടുക്കുന്നു, സുധർ ഗണേശൻ. അതിൽ ഒരു റിസൾട്ട് വരുന്നു. അനു അമ്മയുടെ പേരിൽ ഒരു ഫയൽ ഇതിൽ കാണുന്നുവെന്ന് അവൻ പറയുന്നു. ആ ബസ് ആക്സിഡന്റിൽ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. ആ മരിച്ചുപോയ 43 പേരുടെ കൂട്ടത്തിൽ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. അവൾക്ക് ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. അവൾ എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ഈ സമയം ഡോക്ടർ യേശുവിന്റെ കഥ തുടർന്ന് പറയുകയാണ്. യേശുവിന്റെ ജീവിതത്തിൽ ഒന്നും പെർമനന്റ് ആയിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്നാണ് താൻ കേട്ടതെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം കഷ്ടപ്പെട്ടാണ് മാനസിക വളർച്ചയില്ലാത്ത ഒരു പെൺകുട്ടിയെ അദ്ദേഹം വളർത്തിയതെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ടതും ഇൻസ്പെക്ടറും ബാക്കി പോലീസുകാരും ഞെട്ടിപ്പോകുന്നു. യേശുവിനൊരു മകളുള്ളതായി അവർക്കറിയില്ല. അന്ന് കൊലപാതകം നടന്നിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് തന്നപ്പോൾ യേശു തനിക്കൊരു മകളുള്ളതായി അതിൽ എഴുതിയിട്ടില്ല എന്ന് ആ പോലീസുകാരൻ പറയുന്നു. ശരിക്കും യേശുവിന് മകളുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ആ, ഒരു മകളുണ്ടെന്നും പേര് മതി എന്നാണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ആ മാനസിക വളർച്ചയില്ലാത്ത ആ പെൺകുട്ടി മതി, അത് യേശുവിന്റെ മകളാണ്. ഈ യേശു സാവിത്രിയെ അറിയാവുന്നത് പോലീസുകാരോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മാനസിക വളർച്ചയില്ലാത്ത ഒരു മോളുള്ള കാര്യവും അവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഗണേശന്റെ വീട്ടിൽ നടന്ന കൊലപാതകം ചെയ്തിരിക്കുന്നത് മാനസിക വളർച്ചയില്ലാത്ത ആളാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ മകളായിരിക്കില്ലേ എന്ന് ആ മറ്റേ പോലീസുകാരൻ ചോദിക്കുന്നു. അടുത്ത സീനിൽ മലർ രഘുവിന്റെ അടുത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് മലർ പറയുന്നു. ഇതെല്ലാം കൊണ്ട് തന്റെ ടെൻഡർ പ്രശ്നത്തിലാകുമോ എന്നും അവന് ആശങ്കയുണ്ട്. അനുവിന്റെ അച്ഛൻ അനുവിനോട് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നും ഇതെല്ലാം കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്നും അവൻ രഘുവിനോട് പറയുന്നു. നീ അതെല്ലാം വിട്. നിന്റെ ഓഫീസിലെ ഫയൽ ഹാക്ക് ചെയ്ത ആ പയ്യന്മാർ, നമുക്ക് ആ
പയ്യന്മാരെ മാത്രം അങ്ങ് വിശ്വസിക്കാം. ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ആ പയ്യന്മാരെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനുള്ള ആൻസർ എല്ലാം കിട്ടുമെന്ന് രഘു പറയുന്നു. അനു അന്ന് ഹാക്ക് ആയപ്പോൾ ട്രാക്ക് ചെയ്ത ആ IP അഡ്രസ് നിന്റെ കയ്യിലില്ലേ എന്ന് രഘു മലറിനോട് ചോദിക്കുന്നു. അത് വെച്ച് അവന്മാരെ കണ്ടുപിടിക്കാനാണ് പ്ലാൻ. ഈ സമയം ഡോക്ടർ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. യേശു ഒരു പാവമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, യേശുവല്ലേ നമുക്ക് ഈ കേസിന് തുമ്പുണ്ടാക്കി തന്നതെന്ന് ഡോക്ടർ ചോദിക്കുന്നു. എന്ത് തെളിവ് കണ്ടുപിടിച്ചെന്നാ പറയുന്നതെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഗണേശന് നേരെ തെളിവുണ്ടാക്കി തന്നു, അതിലേ ചെയ്തതെന്ന് ചോദിക്കുന്നു. ശരിക്കും നമ്മളെന്ന് യേശുവിനോട് ഹെൽപ്പ് ചോദിച്ചിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ ഹെൽപ്പ് ചോദിക്കാമെന്ന്. പക്ഷേ യേശു നമ്മളോട് വന്ന് ഇങ്ങോട്ടാണ് ബോഡി കാണണമെന്ന് പറഞ്ഞത്. ആ സംഭവം ഡോക്ടർ ഓർക്കുന്നു. ഈ സമയം മലറും രഘുവും ആ IP അഡ്രസ് വെച്ച് ആ പയ്യന്മാരെ ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്തിനായിരിക്കും ആ FIR അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് മലർ ചോദിക്കുന്നു. ആ FIRലുള്ള എന്തോ എന്ന് അവർക്ക് ആവശ്യമുണ്ട്, അതെന്തായിരിക്കുമെന്ന് അവർ രണ്ടുപേരും കൂടെ ആലോചിക്കുന്നു. ഒരു FIRൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് മലർ പറയുന്നു. FIR നമ്പർ ഉണ്ടായിരിക്കും, അതിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കും, ആളുടെ പേര് കാണും, എന്താണ് കേസ് ഡീറ്റെയിൽസ് എന്നുണ്ടാകും, പിന്നെ അഡ്രസ്സും ഉണ്ടാകുമെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് അവൻ എന്തോ കത്തുന്നു. അതിൽ അഡ്രസ് ഉണ്ടാവുമല്ലോ. അനുവിന്റെ അമ്മയാണെങ്കിൽ മരിക്കുന്നത് വരെ ആ വിൽക്കാനിട്ടിരിക്കുന്ന വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ബസ് ആക്സിഡന്റിന്റെ സമയത്ത് അതിൽ കൊടുത്തിട്ടുണ്ടാവുക ആ വീടിന്റെ അഡ്രസ് ആയിരിക്കുമല്ലോ. ആ ഫയൽ ഹാക്കായ അന്ന് തന്നെയാണ് ആ കൊലപാതകവും ആ വീട്ടിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ വീടിന്റെ അഡ്രസ്സിന് വേണ്ടിയാണ് അവർ ആ ഫയൽ ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് ആ ഫയൽ ഹാക്ക് ചെയ്തത് എന്തിനാണെന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. ഈ സമയം തന്നെ രഘു ആ IP അഡ്രസ് വെച്ച് ആ പയ്യന്മാർ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുന്നു. ഈ സമയം സന്ദീപ് ഒരു റോഡിലൂടെ നടന്നു വരുന്നത് കാണുന്നു. അവനാകെ അവശനാണ്. അവൻ അന്ന് രാത്രി ആ വീട്ടിലുണ്ടായ കാര്യം ഓർക്കുന്നു. മതി, എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് യേശു ചോദിക്കുന്നത് കേൾക്കുന്നു. അവിടെ അവരെല്ലാവരും ഉണ്ട്. സാവിത്രിയും ആ 3 പയ്യന്മാരും. അവരെ ആ വീടിനുള്ളിലാക്കി യേശു വാതിലടയ്ക്കുന്നു. അവരെ യേശു ആക്രമിക്കുന്നുണ്ട്. ആ പയ്യന്മാർ മതിയെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. യേശുവിനെ കണ്ടതും അവൾ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവരുടെ പിടിവിടിച്ച് അവൾ അച്ഛന്റെ അടുത്തേക്ക് ഓടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർ പിടിവിടുന്നില്ല. നിങ്ങൾ എന്തിനാ അവളെ എന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ച് അയാൾ ഒച്ചയിടുന്നു. അയാൾ അവരെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാരും കൊന്നിട്ട് ഞാൻ മതിയുമായി പോകുമെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ സമയം അനുവിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നു. ആ 3 പയ്യന്മാരെയും സാവിത്രിയെയും യേശു അടിച്ചിടുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അതിലൊരു പയ്യൻ മതിയെയും കൂട്ടി പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നു. അവൾ വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. തന്നെ പിടിച്ചിരുന്ന പയ്യനെ അടിച്ചു മാറ്റി ആ വാതിൽ തുറക്കാൻ യേശു നോക്കുന്നുണ്ട്. ഇതിനിടയിൽ അനുവിന്റെ അച്ഛൻ താഴെ വീഴുന്നു. യേശുവിനെ പിടിച്ചു മാറ്റാൻ നോക്കിയ സാവിത്രിയെ അയാൾ ആക്രമിക്കുന്നു. അയാൾ സർവ്വശക്തിയും എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ക്ലാമ്പിൽ സാവിത്രിയുടെ തല ശക്തമായി ഇടിക്കുന്നു. അവർ ആ ഇടിയുടെ ആഘാതത്തിൽ താഴെ വീഴുന്നു. അതിലെ ആ 2 പയ്യന്മാർ ഇത് കണ്ട് പേടിക്കുന്നു. ഇതേസമയം മതി തന്നെ പിടിച്ചു വെച്ചിരുന്ന പയ്യനെ തള്ളി മാറ്റി അച്ഛന്റെ അടുത്തേക്ക് ഓടി വരുന്നു. പക്ഷേ അവളെ സാവിത്രി കാലിൽ പിടിച്ചു വെക്കുന്നു. അവർക്ക് ബോധം പോയിട്ടില്ല. അവിടെ താഴെ കിടന്നൊരു പേന അവൾ എടുക്കുന്നു. അനുവിന്റെ അച്ഛന്റെ പേനയാണ്. അത് വെച്ച് അവൾ സാവിത്രിയുടെ പുറത്ത് കുത്താൻ ആരംഭിച്ചു. അപ്പോൾ അവളാണ് സാവിത്രിയുടെ പുറകിൽ അത്രയും കുത്തുകുത്തിയത്. അവൾ കുത്തുന്നത് കണ്ട് അനുവിന്റെ അച്ഛൻ അങ്ങനെ ആഞ്ഞു കുത്താനായി അവളോട് പറയുന്നു. അവൾ ദേഷ്യം മുഴുവൻ തീരുന്നത് വരെ അവരെ കുത്തുന്നു. അവർ അപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഓടി വന്ന സന്ദീപ് അത് കണ്ട് ഇറങ്ങിച്ചു പോകുന്നു. ഇതെല്ലാം ആലോചിച്ച് അവൻ ആ റോട്ടിലൂടെ നടക്കുകയാണ്. ഈ സമയം ഇൻസ്പെക്ടറെയും കൂട്ടരെയും കാണിക്കുന്നു. അന്ന് പറഞ്ഞു വെച്ച പോലെയല്ലേ യേശു വന്ന് തലയ്ക്ക് പുറകിൽ അവർക്ക് അടിയേറ്റിട്ടുണ്ടാവുമെന്ന് പറഞ്ഞത്. അതുപോലെ ആ ക്ലാമ്പിൽ ഇടിപ്പിച്ചയാളുടെ ഹൈറ്റ് 5.4 അടി ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? യേശുവിന്റെ ഹൈറ്റും 5.4 ആയിരിക്കില്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അയാൾ എന്തിനാ സാവിത്രിയെ കൊല്ലുന്നതെന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പോൾ ആ മറ്റേ പോലീസുകാരൻ പറയുന്നു, ഇതിപ്പോ സാവിത്രി മരിച്ചതുകൊണ്ട് അങ്ങനെ ചോദിക്കാം. ആ പയ്യന്മാരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ യേശു മകളെ പിടിച്ചുകൊണ്ട് പോയതിന് കൊന്നതാന്ന് പറയും. ഈ സാവിത്രി എങ്ങനെ കൊല്ലപ്പെട്ടു? 10-25 കൊല്ലം മുമ്പേ യേശുവിന്റെ കയ്യിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയ അവർ എങ്ങനെ ഇതിൽ വന്ന് പെട്ടു? ഇപ്പോൾ സാവിത്രിയെ ആ പെൺകുട്ടിയാണ് കുത്തിയതെങ്കിൽ അവളുടെ അച്ഛനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യാൻ ചാൻസ്. അല്ലാതെ ആ കുട്ടിക്ക് ഇത്രയും ദേഷ്യം എങ്ങനെ സാവിത്രിയോട് വരും? ഇതെല്ലാം വല്ലാത്ത കുഴപ്പമായിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുന്നു. നമുക്ക് യേശുവിന്റെ വീട്ടിലേക്ക് പോകാം. അപ്പോ ഇതിലെല്ലാം ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞതും പെട്ടെന്ന് ആരെയോ കണ്ടിട്ടെന്ന പോലെ ഇൻസ്പെക്ടർ വണ്ടി നിർത്തുന്നു. അത് നമ്മുടെ സന്ദീപാണ്. അവൻ ഇവരുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുന്നു. അനു ആകെ തകർന്നു പോയിട്ടുണ്ട്. അവൾ അച്ഛന്റെ മുമ്പിലിരുന്ന് കരയുന്നു. അമ്മയുടെ ആ ഫോട്ടോ കാണിച്ചു അവൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാ അച്ഛ അമ്മ എന്റെ 2 വയസ്സ് വരെ ജീവിച്ചിരുന്നുവെന്ന് എന്നോട് പറയാതിരുന്നത്? എന്തെങ്കിലും ഒന്ന് പറയച്ച എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയും. എന്റെ ജന്മത്തോടെ അമ്മ മരിച്ചെന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നത്? എന്തിനാ എന്നോട് ആ കള്ളം പറഞ്ഞതെന്ന് അച്ഛനോട് അവൾ ചോദിക്കുന്നു. അനുവിന്റെ അച്ഛൻ ആ പുസ്തകം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാനും അവൾ പറയുന്നു. ഇനി ഞാൻ അച്ഛന്റെ മോൾ തന്നെയാണോ? അറിയച്ച എന്നും പറഞ്ഞ് അവൾ കരയുന്നു. പക്ഷേ എത്ര ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല.
ഈ സമയം ആ പയ്യന്മാരെ കാണിക്കുന്നു. ആ ഹാക്ക് ചെയ്ത പയ്യനും ആ 3 പേരുടെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനുമാണ് ഇതിലുള്ളത്. ആ ഹാക്ക് ചെയ്ത പയ്യനോട് ആ പെണ്ണിനെ കൊണ്ടുപോയി യേശുവിന് കൈമാറി കാണുമെന്ന് അവൻ പറയുന്നു. നമുക്ക് സന്ദീപിനേക്കാളും ഇമ്പോർട്ടന്റ് ആ പെണ്ണാണ് അവൻ പറയുന്നു. അവളില്ലാതെ ഒന്നും നടക്കില്ലെന്നും അവൻ പറയുന്നു. സന്ദീപിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം മാറി പോകാമെന്നും പറഞ്ഞ് അവർ അവരുടെ റൂമിലേക്ക് വരുന്നു. അവിടെ അവരെ കാത്ത് മലറും രഘുവും നിൽക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നും മലർ രഘുവും ആ കഥ മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജൂബിലി ഹിൽസ് മെഡിക്കൽ കോളേജ് ഹൈദരാബാദാണ്. അവിടെയാണ് ഈ പയ്യന്മാരും കൊല്ലപ്പെട്ട നീതയും പഠിക്കുന്നത്. അവർ വലിയ ഫ്രണ്ട്സ് ആണെന്ന് ഈ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവരൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓഡിറ്റോറിയത്തിൽ അതിന്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. അവർ ചെല്ലുമ്പോഴേക്കും ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ്. അവർ ആ ഹാളിൽ കയറിയിരുന്നു. അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് യേശുവാണ്. സെറിബ്രൽ പാൾസി ദിനമാണെന്ന്, അതുകൊണ്ട് തന്നെ യേശുവിനെയാണ് അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. കാരണം യേശുവിന്റെ മകൾ അങ്ങനെയുള്ളൊരു കുട്ടിയാണല്ലോ. അങ്ങനെയുള്ളൊരു കുട്ടിയെ വളർത്തുന്ന ഡോക്ടറായ അച്ഛനെ തന്നെ അവർ ചീഫ് ഗസ്റ്റായി വിളിച്ചിരിക്കുകയാണ്. വേദിയിൽ മതിയും ഇരിക്കുന്നുണ്ട്. മതിയുമായിട്ടാണ് യേശു വന്നിട്ടുള്ളത്. യേശു ഒരു ഡോക്ടർ ആയതുകൊണ്ടും മതിയെ പോലത്തെ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയെ വളർത്തുന്നതുകൊണ്ടുമാണ് യേശുവിനെ ചീഫ് ഗസ്റ്റായി വിളിച്ചിട്ടുള്ളത്. യേശു ക്ലാസ് എല്ലാം എടുക്കുന്നു. ഈ സമയമെല്ലാം നീത മതിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് മതിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അവളുടെ കുസൃതികളെല്ലാം നീത ആസ്വദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമോ എന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു. മതി മാജിക് ഒക്കെ ചെയ്യുമെന്ന് യേശു പറയുന്നു. യേശുവിന് മതിയോടുള്ള സ്നേഹം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവളോട് വല്ലാത്ത സ്നേഹത്തോടെയാണ് യേശു പെരുമാറുന്നത്. മതി ചെറിയൊരു മാജിക് കാണിക്കുന്നുണ്ട്. അവൾ കാണിക്കുന്ന ആ മാജിക്കിന് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇതെല്ലാം നീത ആസ്വദിക്കുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് യേശുവും മതിയും പോകാനായി നിൽക്കുന്നു. ഈ സമയം യേശു പ്രിൻസിപ്പളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. മതി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. നീത ആ സമയം അങ്ങോട്ടേക്ക് വരുന്നു. അവൾ മതിയെ കാണുന്നുണ്ട്. മതിയെ അവളുടെ ID കാർഡ് ഉപയോഗിച്ച് ഒരു ചെറിയ മാജിക് ട്രിക്ക് കാണിച്ച് കയ്യിലെടുക്കുന്നു. മതിയുടെ അടുത്ത് പോയി അവൾ സംസാരിക്കുന്നു. ഈ സമയം ഇത് കാണുന്ന യേശു അവരുടെ അടുത്തേക്ക് വരുന്നു. അയാൾക്ക് നീത മതിയോട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവും. നീത യേശുവിനോട് തനിക്ക് മതിയെ വലിയ ഇഷ്ടമായെന്നും മതിയെ താൻ കേസ് സ്റ്റഡി ആയിട്ട് എടുത്തോട്ടെ എന്നും ചോദിക്കുന്നു. പക്ഷേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യേശു മതിയുമായി പോകുന്നു. അപ്പോഴാണ് നീത ഒരു കാര്യം ഓർത്തത്. തന്റെ ID കാർഡ് മതിയുടെ കയ്യിലാണ്. ഈ കാര്യം അവൾ തന്റെ ഫ്രണ്ട്സുമായി പങ്കുവെക്കുന്നു. അവർ വേറെ ID കാർഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും അതിലൊരു ഫ്രണ്ട് പറയുന്നു, നീ അത് ഡോക്ടറുടെ വീട്ടിൽ പോയി മേടിച്ചെടുക്കുക. ID കാർഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അറിയില്ല എന്നും ചോദിക്കുന്നു. അവൾ അഡ്രസ്സ് തപ്പി ഡോക്ടറുടെ വീട്ടിലെത്തുന്നു. അവിടെ വാതിൽ തുറക്കുന്നത് സാവിത്രിയാണ്. അപ്പോ സാവിത്രി യേശുവിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോ 24 വർഷം മുമ്പ് കണ്ട് പിരിഞ്ഞതല്ല അവർ. സാവിത്രിയെ അന്നേ കൂടെ കൂട്ടിയതാണ് ഡോക്ടർ. മതിയെ നോക്കാനും കൂടിയാണ് സാവിത്രിയെ നിർത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ കണ്ടതും സാവിത്രി നീതയല്ലേന്ന് ചോദിക്കുന്നു. അതെങ്ങനെ മനസ്സിലായെന്ന് നീത ചോദിക്കുന്നു. സാവിത്രി മതിയെ ചൂണ്ടിക്കാണിക്കുന്നു. ആ ID കാർഡ് അവളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അവളെ സാവിത്രി അകത്തേക്ക് ക്ഷണിക്കുന്നു. സാവിത്രിയോട് നീത താൻ ഇവിടെ വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഡോക്ടറിന് താൻ ഇങ്ങോട്ട് വരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. തനിക്ക് മതി ഒരുപാട് ഇഷ്ടമായെന്നും താൻ ഇവിടെ വരുന്നത് ഡോക്ടർ ഞാൻ പ്രശ്നമാകുമെന്നും അവൾ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, അത് ഡോക്ടർ അറിയാതെ താൻ നോക്കിക്കോളാമെന്ന് സാവിത്രി പറയുന്നു. നീത മതിയുമായി പെട്ടെന്ന് അടുപ്പത്തിലാകുന്നു. അവളുടെ ആ ID കാർഡ് വെച്ചുള്ള ട്രിക്ക് നീത മതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി മതിക്ക് അവളെ ഭയങ്കരമായി ഇഷ്ടമാകുന്നുണ്ട്. അവർ ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നു. അവർ വളരെ കൂട്ടാവുന്നുണ്ട്. ഇത് സാവിത്രി വളരെ സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരെ സാവിത്രിക്ക് നീത കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ അതെല്ലാം നല്ലപോലെ നോക്കുന്നുണ്ട്. നീത വളരെ പെട്ടെന്ന് തന്നെ സാവിത്രിയുമായും മതിയുമായി അടുത്തു. മതിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സാവിത്രി അവൾ കാണിക്കുന്നു. ഇതെല്ലാം തന്നെ സാവിത്രിയും വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ഒരു ദിവസം സാവിത്രി പച്ചക്കറി അരിയുകയായിരുന്നു. സമയം ഉച്ചയ്ക്ക് 12 മണിയായി. അയ്യോ, പെട്ടെന്ന് സമയം പോയില്ലോ എന്ന് അവർ പറയുന്നു. അവരുടെ കയ്യിൽ ഈ പച്ചക്കറി ആയിരുന്നതുകൊണ്ട് തന്നെ നീതയോട് മതിക്ക് മരുന്ന് കൊടുക്കണമെന്നും അത് അകത്തുള്ള അലമാരയിലുണ്ട്, നീ ഒന്ന് പോയി എടുത്തോണ്ട് വരുമോ എന്ന് സാവിത്രി ചോദിക്കുന്നു. നീത അത് എടുക്കാനായി അകത്തേക്ക് ചെല്ലുന്നു. അവൾ ആ അലമാര തുറക്കുന്നു. അതിന്റെ അകം കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ഒരുപാട് മെഡിസിൻസ്. ഇത്രയധികം മെഡിസിൻസ് ആണോ മതിക്ക് കൊടുക്കുന്നത്? അവൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് മനസ്സിലായ സാവിത്രി പുറകിൽ വന്ന് ഏത് മരുന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ മരുന്നെല്ലാം കണ്ട നീത സാവിത്രിയോട് മതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവക്കൊരു 3 വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നുവെന്നും അതിനുശേഷമാണ് ഇങ്ങനെ ആയതെന്നും സാവിത്രി പറയുന്നു. ഈ മരുന്നെല്ലാം കഴിച്ചിട്ടാണ് മതി ജീവൻ നിലനിർത്തുന്നതെന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേട്ട് നീതയ്ക്ക് സംശയമാകുന്നുണ്ട്. അവൾ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണല്ലോ. ഏത് ഡോക്ടറാണ് മതിയെ ചികിത്സിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഡോക്ടറോ? ഇവിടുത്തെ സാറ് ഡോക്ടറല്ലേ, അദ്ദേഹം തന്നെയാണ് ചികിത്സിക്കുന്നതെന്ന് സാവിത്രി പറയുന്നു. യേശു സാറോ? അദ്ദേഹം എങ്ങനെ ഇതിനെ ചികിത്സിക്കുമെന്ന് നീത ചോദിക്കുന്നു. അത് കേട്ടപ്പോഴാണ് അത്രയും നാളും തോന്നാത്ത സംശയം സാവിത്രിക്കും തോന്നുന്നത്. അവർ അവളെ തിരിഞ്ഞു നോക്കുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നവംബർ സ്റ്റോറിയുടെ 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് അവസാനത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡുമായി